30 ദിവസത്തെ നിരുപാധിക വെടിനിർത്തൽ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകേണ്ടത് റഷ്യയിൽ നിന്നെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. ഈസ്റ്റർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും റഷ്യ ആക്രമിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതിന് കാരണം റഷ്യ തന്നെയെന്നും സെലൻസ്കി ആരോപിക്കുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ, സമവായ ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോഴാണ് മറുവശത്ത് ഈ സെലൻസ്കിയും പുടിനും തമ്മിലുള്ള പരസ്യ പ്രതികരണങ്ങൾ വരുന്നത്. ഇപ്പോൾ സെലൻസ്കി എന്താണ് പറയുന്നത്? റഷ്യയാണ് എല്ലാറ്റിനും കാരണമെന്നും. തീർച്ചയായും കൃഷ്ണരാജ്, നിലവിലെ റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള സാധ്യത തുറക്കാനുള്ള ചർച്ചകൾ നേരത്തെ സൗദി അറേബ്യയിലും മറ്റും നടന്നപ്പോൾ കൃത്യമായും അതിനൊരു എതിർപ്പ് പ്രകടിപ്പിച്ചത് റഷ്യയുടെ ഭാഗത്തു നിന്നാണ്. റഷ്യ അക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ആ നിലപാടിന്റെ ഭാഗമായി നമുക്കറിയാവുന്നതാണ്, പല തരത്തിലുള്ള പ്രതികരണങ്ങൾ റഷ്യക്കെതിരെ ഉണ്ടാവുകയും ഉപരോധം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് ട്രംപ് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകുന്നേരത്തോടെ 30 മണിക്കൂറിലെ വെടിനിർത്തൽ, അതായത് ഈസ്റ്റർ പ്രമാണിച്ചുള്ള 30 മണിക്കൂറിലെ വെടിനിർത്തൽ പുടിൻ പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ ഇത്തരത്തിലുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമായിട്ടില്ല. ക്രക്സ് മേഖലയിലും അതുപോലെ മറ്റു മേഖലകളിലെല്ലാം തന്നെ റഷ്യ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് സെലൻസ്കി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ അടിയന്തരമായി നടപ്പാക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ആ നീക്കങ്ങൾക്ക് എതിര് നിൽക്കുന്നത് റഷ്യയാണ്. റഷ്യയുടെ തീരുമാനമാണ് വെടിനിർത്തൽ സംബന്ധിച്ച് അന്തിമമായി ഉണ്ടാകേണ്ടത് എന്നാണ് ഇപ്പോൾ സെലൻസ്കി പ്രതികരിച്ചിരിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഘടകം, ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിച്ചിരുന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഈ വെടിനിർത്തൽ ധാരണ നീണ്ടുപോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ, വെടിനിർത്തൽ വീണ്ടും വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സമാധാന ചർച്ചകളുടെ മധ്യസ്ഥതയിൽ നിന്നും പിന്മാറുമെന്ന നിലപാട് വളരെ കൃത്യമായി അമേരിക്ക അറിയിക്കുകയും ചെയ്തിരുന്നു. അമേരിക്ക അത് പല ഫോറങ്ങളിലും അവതരിപ്പിച്ചിരുന്നു. പാരീസിൽ നടന്ന യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകളിൽ ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വിവിധ ഫോറങ്ങളിലും അത് അന്താരാഷ്ട്ര സംവിധാനങ്ങളിലെല്ലാം തന്നെ നിലപാടുകളെ കൃത്യമായി, അതായത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിലപാടുകൾ കൃത്യമായും അമേരിക്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർ നടപടികൾ, അതായത് നേരത്തെ അമേരിക്ക സൂചിപ്പിച്ച ചില നടപടികളാണ് ഏറെ ഗൗരവത്തോടെ ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നേരത്തെ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പിന്മാറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരം നടപടികളിലേക്ക് കൂടി നീങ്ങാനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യുക്രൈന്റെ ഭാഗത്തു നിന്നും ഇത്തരം നിലപാടുകളും ഉണ്ടായിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വളരെ കൃത്യമായി പറയുന്നത്, ഇത്തരത്തിലൊരു സമാധാന ചർച്ചകൾക്കോ അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണകൾക്കോ വിലങ്ങ് നിൽക്കുന്നത് റഷ്യയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, റഷ്യ ചില സാങ്കേതികമായ തരത്തിലുള്ള വെടിനിർത്തലിന് അംഗീകാരം നൽകിയിരുന്നു. കരിങ്കടലിലെ ഇടപെടലെല്ലാം തന്നെ, കരിങ്കടലിലെ വെടിനിർത്തൽ ധാരണയെല്ലാം തന്നെ അത്തരത്തിൽ ഇടപെടലിന്റെ ഭാഗമാണ്. എന്നാൽ പൂർണ്ണമായ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത തുറക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ റഷ്യ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ വെടിനിർത്തലിലേക്ക് എത്താം എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പരോക്ഷമായും അല്ലെങ്കിൽ ഒരു പരിധിവരെ പ്രത്യക്ഷമായും സെലൻസ്കി തന്നെ വ്യക്തമാക്കുന്നത്. യുദ്ധം നീളാൻ കാരണം റഷ്യയാണെന്ന് യുക്രൈൻ ആരോപിക്കുന്നു. ഈസ്റ്റർ വെടിനിർത്തൽ പോലും പാലിക്കുന്നില്ല റഷ്യ എന്നാണ് അവരുടെ ആരോപണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ. തുടരണം. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ വീണ്ടും ആക്രമിച്ച US. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 ദിവസമായി ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ശക്തമായ ആക്രമണത്തിന് പിന്നാലെയാണിത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പെട്രോളിയം ഖനന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ സൈനിക വിഭാഗമായ സെൻട്രൽ കമാൻഡ് അറിയിച്ചു.